നമസ്കാരം, മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 അവസാനിച്ചെങ്കിലും താരങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ ആരാധകർ കാത്തിരിക്കുകയാണ്. ഈ സീസണിൽ ഏറ്റവും വിമർശനം കേൾക്കേണ്ടി വന്ന കോംബോയായിരുന്നു ഗബ്രിയുടെയും ജാസ്മിന്റെയും. സീസൺ തുടങ്ങിയപ്പോൾ മുതൽ രണ്ടുപേരും കോംബോ ആയിട്ടാണ് നിന്നത്. ബിഗ് ബോസിനകത്തും പുറത്തും ഈ കോംബോയ്ക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു. എന്നാൽ ഇരുവരും കോംബോ തുടർന്നു. എന്നാൽ പുറത്ത് കമ്മിറ്റഡ് ആണെന്ന പേരിൽ ജാസ്മിൻ വ്യാപകമായി വിമർശിക്കപ്പെട്ടിരുന്നു. ഉറപ്പിച്ചു വെച്ചിരുന്ന കല്യാണം പോലും മുടങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തി. എന്നാൽ മത്സരത്തിന് ശേഷം ജാസ്മിനെയും ഗബ്രിയെയും ചേർത്ത് പിടിക്കുകയാണ് ആരാധകർ. പൊതുപരിപാടികളിലും ഉദ്ഘാടനങ്ങളിലുമെല്ലാം ജാസ്മിൻ ഗബ്രി എന്ന ജോഡിയായിട്ടാണ് താരങ്ങൾ എത്താറുള്ളത്. ഇരുവരും ജീവിതത്തിലും ഒന്നിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. എങ്കിലും സുഹൃത്തുക്കളായി തുടരുകയാണെന്നാണ് രണ്ടാളും പറയുന്നത്. ഒന്നിച്ച് യാത്ര ചെയ്യുന്നതിന്റെയും ഒരുമിച്ച് സമയം പങ്കിടുന്നതിന്റെയും എല്ലാം വീഡിയോ ഇരുവരും ഇടയ്ക്കിടെ പങ്കിടാറുണ്ട്. ആരാധകർ ഇഷ്ടത്തോടെ വിളിക്കുന്ന ജബ്രി വീഡിയോകൾ വളരെ പെട്ടെന്നാണ് വൈറലാകാറുള്ളത്. ഒന്നിച്ച് ജീവിച്ചൂടെ എന്നാണ് ഇവരോട് ആരാധകർ ചോദിക്കുന്നത്. എന്നാൽ തങ്ങൾ തമ്മിൽ പ്രണയമല്ലെന്നാണ് ജാസ്മിനും ഗബ്രിയും തുറന്നു പറഞ്ഞിരുന്നത്. ഇപ്പോഴത്തെ ജാസ്മിൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു വീഡിയോയും അതിന് നൽകിയ ക്യാപ്ഷനുമാണ് ആരാധകർക്കിടയിൽ ചർച്ചയാകുന്നത്. ഗബ്രിക്കൊപ്പമുള്ള മനോഹരമായ നിമിഷങ്ങൾ കോർത്തിണക്കിയ വീഡിയോയാണ് ജാസ്മിൻ പങ്കുവച്ചത്. ഈ വർഷത്തെ എല്ലാ സങ്കടങ്ങൾക്കിടയിലും നീ എനിക്ക് തലചായ്ക്കാൻ ഒരിടം തന്നു. ഈ വർഷം എനിക്ക് സംഭവിച്ച ഏറ്റവും നല്ല കാര്യം നീയാണ്. യു ഇഡിയറ്റ് എന്നാണ് ജാസ്മിൻ വീഡിയോയ്ക്കൊപ്പം പങ്കുവച്ച ക്യാപ്ഷൻ. നിരവധി പേരാണ് ഈ വീഡിയോയ്ക്ക് കമന്റുമായി എത്തുന്നത്. എന്നും ഇതുപോലെ ഒരുമിച്ചുണ്ടാകാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. രണ്ടുപേരും നന്നായി പ്രാർത്ഥിക്കൂ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് സാധിക്കട്ടെ. എന്റെ മക്കളെ, നിങ്ങൾ തമ്മിൽ എന്ത് ചേർച്ചയാണ്? നിങ്ങൾക്ക് ഒന്നായിക്കൂടെ? നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമുണ്ടെന്ന് അറിയാം. പക്ഷേ എന്തോ കാരണങ്ങളാൽ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ മറച്ചുവെക്കുന്നു. ആരെയാണ് നിങ്ങൾ പേടിക്കുന്നത്? മതപരവും വീട്ടുകാരുടെ എതിർപ്പുമാണോ? അതാണെങ്കിൽ അതൊക്കെ വെറും താൽക്കാലികം മാത്രമാണ്. തീരുമാനമെടുക്കേണ്ടത് നിങ്ങൾ മാത്രമാണ്. അതെല്ലാം മറിച്ച് വേറെ എന്ത് കാരണം കൊണ്ടാണെങ്കിൽ ഒക്കെ അത് നിങ്ങളുടെ ഇഷ്ടം എന്നിങ്ങനെ പോകുന്നു വീഡിയോയ്ക്ക് വരുന്ന കമന്റുകൾ. ബിഗ് ബോസിനകത്ത് വെച്ച് തന്നെ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് സഹമത്സരാർത്ഥികൾക്ക് പോലും മനസ്സിലായിരുന്നില്ല. പ്രണയമാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ലെന്ന് തന്നെയാണ് രണ്ടുപേരും പറഞ്ഞത്. എന്നാൽ സൗഹൃദത്തിന് അപ്പുറമാണെന്ന് തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. അതേസമയം ഇരുവരും തമ്മിലുള്ള പുതിയ ഫോട്ടോഷൂട്ടും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അറബിക്കഥയിലെ രാജകുമാരിയായി ജാസ്മിനും അലാവുദ്ദീനായി ഗബ്രിയും ചിത്രങ്ങളിൽ തിളങ്ങുകയാണ്. ജിക്സൺ ആണ് ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത്. ഇരുവരുടെയും ചിത്രങ്ങൾക്ക് താഴെ സ്നേഹം പങ്കുവച്ച ആരാധകരും എത്തുന്നുണ്ട്. ചില മനുഷ്യർ ചേർന്നിരിക്കുന്നത് കാണാൻ വല്ലാത്തൊരു ഭംഗിയാണ്. രാജകുമാരനും രാജകുമാരിയും എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ. അതേസമയം ആരാധകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി പുതിയ Q&Aയുമായി താരങ്ങൾ എത്തിയിരുന്നു. അതിനിടയിൽ ഗബ്രി ജാസ്മിന് കംഫർട്ട് സോൺ ആണോ എന്ന ഒരു ചോദ്യത്തിന് ഞങ്ങൾ 1 മണിക്കൂർ ഒരുമിച്ചുണ്ടെങ്കിൽ അതിൽ 45 മിനിറ്റ് നല്ല സുഹൃത്തുക്കളെ പോലെ ആയിരിക്കും. അതിൽ 15 മിനിറ്റ് വലിയ അടിയായിരിക്കും. ബിഗ് ബോസിൽ നിങ്ങൾ കണ്ടതുപോലെ ഞങ്ങൾ തമ്മിൽ വഴക്ക് കൂടുന്നത് ഒരു കാരണവും ഇല്ലാതെയാണ്. ഗബ്രിയുടെ കൂടെ ഉള്ളപ്പോൾ ഞാൻ ഹാപ്പിയാണ്. പക്ഷേ അടിയും വഴക്കും ഒക്കെ ഉണ്ടാവാറുണ്ടെന്ന് ജാസ്മിൻ പറയുന്നു. ഗബ്രി കൂടെ ഉള്ളപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷവതിയാണ്. എനിക്ക് കൂടുതൽ സുഹൃത്തുക്കളൊന്നുമില്ല. ഇവൻ വന്നതിന് ശേഷമാണ് ഞാൻ ലോകം കാണാൻ തുടങ്ങിയത്. കേരളം വിട്ട് ഞാൻ പുറത്തൊന്നും പോയിട്ടില്ല. അതെല്ലാം ഗബ്രി വന്നതോടെയാണ്. അങ്ങനെ നോക്കുമ്പോൾ എന്റെ വീട്ടുകാരും ഗബ്രിയുമാണ് ഇപ്പോഴത്തെ എന്റെ കംഫർട്ട് സോൺ. ഞങ്ങൾ തമ്മിൽ 3 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. ഗബ്രിക്ക് ഇപ്പോൾ 27 വയസ്സും എനിക്ക് 24 വയസ്സുമായി. രണ്ടാളും ഒരുമിച്ചുള്ള പ്രോജക്റ്റുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. തന്റെ ലക്ഷ്യം സിനിമ മാത്രമാണെന്നാണ് ഗബ്രി പറയുന്നത്. കഴിഞ്ഞ 2 വർഷമായി തനിക്ക് പ്ലാനുകൾ ഒന്നുമില്ലെന്ന് ജാസ്മിനും പറയുന്നു. കാരണം താൻ എന്താ ആഗ്രഹിച്ചാലും അതൊന്നും നടക്കാറില്ല. അതുകൊണ്ട് നടക്കുന്നത് പോലെ നടക്കട്ടെ എന്ന് വിചാരിക്കുന്നുള്ളൂ. അത് നടക്കണം, ഇത് ചെയ്യണം എന്നുള്ള പദ്ധതികളൊന്നും തനിക്കില്ലെന്ന് ജാസ്മിൻ കൂട്ടിച്ചേർത്തു. ഞങ്ങളുടെ രണ്ടാളുടെയും ഫാമിലികൾ തമ്മിൽ കണ്ടുമുട്ടിയിട്ടില്ല. പക്ഷെ ഗബ്രി എന്റെ വീട്ടിൽ വരികയും മാതാപിതാക്കളെ കാണുകയും ഞാൻ ഗബ്രിയുടെ വീട്ടിൽ പോവുകയും മമ്മി ഉണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറെ ആളുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ജാസ്മിന്റെ ഫാമിലി എന്നെ കണ്ടാൽ അടിച്ചു കൊല്ലാൻ നിൽക്കുകയാണ് എന്നൊക്കെയാണ്. എന്താണ് ഏതാണ് എന്നൊന്നും അറിയാതെ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് ആളുകൾ അങ്ങനെ പറയുന്നതെന്നും ഇരുവരും പറയുന്നു.